കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരത്തിൻ്റെ ആശീർവാദം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ, കടന്നു പോകുന്ന സഞ്ചാര പദങ്ങൾ, വഴികൾ, വിഷയങ്ങൾ എല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒറ്റക്കല്ല. ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങയുടെ നാമത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ, മാനസിക പീഡകൾ, തകർച്ചകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ആസ്തിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവിടെ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അവകാശമില്ല, അർഹതയില്ല എന്ന് ചിന്തിച്ച് മനസ്സിടിയുന്നവർക്ക് പോലും ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ ശിഷ്യന്മാർ അരുളി ചെയ്ത അതേ ആഹ്വാനത്താൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു. ആ സമാധാനത്തിൻ്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കൾ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ.